അപ്പോൾ ഒരു ജയിൽ പോലെയായി എൻ്റെ ജീവിതം കുറേ കാലത്തേക്ക്. വെറും ജയിലാണ്, ആരും ഉണ്ടാവില്ല ഇവരെ ശുശ്രൂഷിക്കാൻ. പിന്നെ ഒരു പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ജയിൽ പോലെയാണ് എൻ്റെ ജീവിതം. എന്നിട്ട് ഞാൻ അടുത്ത വീട്ടിലാണ് എനിക്ക് പുസ്തകങ്ങളൊക്കെ വരിക. അടുത്ത വീട്ടിൽ അവർ അഡ്രസ്സിലൊക്കെ ഞാൻ വരുത്തിക്കാം. കാരണം ഇവിടെ വന്നാൽ ഓൾക്ക് പുറത്ത് പോകാനാണ്, ഓൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മോശമായിട്ട് പറയൂ. അപ്പോൾ അങ്ങനെ കുറേയൊക്കെ പഠിച്ചെടുത്തു എന്നല്ലാതെ പിന്നെ എക്സാം എഴുതുന്ന സമയത്തൊക്കെ ഓരോ പ്രശ്നങ്ങൾ. പിന്നെ ഒരു പുതിയ പ്രസ്ഥാനമായിട്ട് അജിത എന്നുള്ള ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ അന്നത്തെ കാലത്ത്, നക്സലേറ്റ് എന്നുള്ള. അപ്പോൾ അജിതയും നമ്മളൊക്കെ എന്നെ നക്സലേറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും. അപ്പോൾ അതെൻ്റെ മക്കളെ വിവാഹത്തിനൊക്കെ വാദിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷകരമായ കാര്യമൊന്നും ആയിരുന്നില്ല. കാരണം അന്നത്തെ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ പ്രശ്നം, പിന്നെ ബാപ്പ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് തന്നെയുള്ള ഒരു വലിയ പ്രശ്നമാണ്. കാരണം അക്കാലത്തൊന്നും അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാവില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുടുംബത്തിനെ അത്രമാത്രം ഇൻവോൾവ് ആകാൻ പറ്റൂല കുടുംബത്തിൽ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. പക്ഷെ അങ്ങനെ അതുമാത്രമല്ല, കുട്ടിക്കാലത്ത് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു കുടുംബത്തിൽ. കൂട്ടുകുടുംബം നല്ലതാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ വല്ലാതെ സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ബാപ്പ രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടും പിന്നെ പത്രം വായിച്ചു കൊടുത്തുമല്ല, സാധാരണ ഒരു വായനയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള അറിവുകളാണ് എനിക്ക്. പിന്നെ ആ കാലഘട്ടത്തിലുള്ള ശൈശവ വിവാഹം അല്ല ബാലവിവാഹം അങ്ങനെയൊക്കെ ആണല്ലോ അന്ന്. അപ്പം നമ്മളെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടം പോലെയാണ്. കാരണം നമുക്കറിയുന്നില്ല ഈ ബാലവിവാഹം എന്നൊക്കെ പറയുമ്പോൾ ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഓടിച്ചാടി കളിച്ച് നടക്കുന്ന സമയത്താണ് ഇത്. നമ്മളൊരു തമാശ പോലെ അത് കാണുന്നുള്ളൂ. കുട്ടിക്കാലത്തിൻ്റെ ഈ അടുത്ത ദിവസം അത് ഇതിൽ പറയണമെന്നറിയില്ല, നിങ്ങൾ കട്ടുകല്ലോ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഏതോ ചാനലിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 14 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ മലപ്പുറം ജില്ലയിൽ വെച്ചിട്ട് കല്യാണമോ നിക്കാഹോ എന്തോ ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം അത് എൻ്റെ ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ പറയാൻ പറ്റും ശരിക്കും. ഈ ബാലവിവാഹം ഇപ്പം ഈ സ്കൂളിൽ തന്നെ. പിന്നെ എനിക്കുണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ എല്ലാത്തിനോടും പ്രതികരിക്കും ചെറുപ്പത്തിലെ. വീട്ടിലാണെങ്കിൽ ഉമ്മാനോട് ചോദിക്കും, ഉമ്മ നിങ്ങളെന്തിനാണ് ആൺകുട്ടികൾക്ക് മാത്രം ഇങ്ങനെ നല്ല കൊടുക്കാനും നമ്മൾ എന്നുള്ള ആ രീതിയിൽ ഒരു പൊരിച്ചമീനായാലും മുട്ടായാലും ഒക്കെ മാറ്റി വെക്കുമ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ആ ചോദ്യങ്ങൾ ചെറുപ്പം മുതലേ എല്ലാവരോടും ചോദിച്ചുകൊണ്ടേ നിൽക്കും. അതിനെന്നെ പറയും, പിന്നെ ഇവിടെ വായാടിയാണ് അങ്ങനെയൊക്കെ പറയും, എന്നാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ആ സമയത്തെ ഇങ്ങനെ വായന കൊണ്ടും കുറച്ച് അന്നൊക്കെ നന്നായി വായിക്കുമായിരുന്നു. ഒരു സ്കൂൾ അന്നൊക്കെ കടലാസിൽ പോന്നിട്ടാണല്ലോ പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. അതൊക്കെ എടുത്തിട്ട് ഞാൻ വായിക്കും. അങ്ങനെയൊക്കെ വായിച്ചതിലെല്ലാം അറിവുണ്ടാന്ന് തോന്നുന്നു. പിന്നെ വാപ്പാൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടല്ലോ. അപ്പം തന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ ഓരോന്ന് ചോദിച്ചുകൊണ്ടേ നിൽക്കും. അങ്ങനെ തന്നെ സ്കൂളിലും അതേപോലെ തന്നെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഞാൻ. സ്കൂളിലും അങ്ങനെ തന്നെ ഹെഡ് മാസ്റ്ററോട് ചോദ്യം ചോദിച്ചാണ് പിന്നെ ഭയങ്കര പ്രശ്നങ്ങളായ കാലത്തൊക്കെ ഹെഡ് മാസ്റ്റർമാരെന്ന് വെച്ചാൽ ദൈവങ്ങളെ പോലെയാണ്. ഇപ്പോഴത്തെ പോലെ കയറി തല്ലാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ വിദ്യാഭ്യാസം തന്നെ ബ്രേക്കായി പോയതിൻ്റെ ഒരു കാരണമായിരുന്നു അത്, എൻ്റെ ഈ ചോദ്യങ്ങൾ. അപ്പോൾ റോഡിൽ തടഞ്ഞു വെച്ചിട്ട് സാറിനോട് ചോദിച്ചു. അക്കാലത്തൊക്കെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിരുന്നു. പിന്നീട് പിന്നെ ഇവർക്ക് ഈ ബാധ്യത എങ്ങനെയൊക്കെ ഒന്നും തീർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണല്ലോ ആ കാലഘട്ടത്തിൽ വിവാഹം. അപ്പം പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിക്കുന്നത്. അത് പിന്നെ അതുമായി പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റാണ്ടായിപ്പോയി. അപ്പോഴേക്ക് 18 വയസ്സാകുമ്പോഴത്തേക്ക് 2 കുട്ടികളുമായി. അങ്ങനെയാണ് പിന്നെ ബോധം വന്ന സമയത്ത് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴേക്കും മുത്തലാഖ് നടന്നും കഴിഞ്ഞിരുന്നു 18 ഇയേഴ്സ് ആകുമ്പോഴേക്ക്. പിന്നീടുള്ള ജീവിതം അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനിങ്ങനെ ഒരു സ്ത്രീപക്ഷത്ത് നിന്ന് കാണുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നൊക്കെ ഞാൻ
എന്താ അമ്മ പെൺകുട്ടികൾക്ക് ഇങ്ങനെ വെക്കാൻ അങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പം ആ കാലഘട്ടത്തിൽ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഇത് ഉണ്ടാവും. സ്ത്രീപക്ഷം ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് എല്ലാവരും മനസ്സിൽ. പക്ഷെ അത് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അടങ്ങിയിരിക്കുക, പെണ്ണുങ്ങളാണ് അടങ്ങിയിരിക്കുക, പെണ്ണാണ് നീ വേറെ വീട്ടിൽ പോകേണ്ടതാണ്, ഇങ്ങനെയാണല്ലോ അന്നത്തെ ശാസനകൾ. അപ്പം അങ്ങനെ വിവാഹ ജീവിതം തകർന്ന രീതിയിലായി 2 മക്കളുമായിട്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ സ്വന്തമായി എന്തെങ്കിലും കിട്ടണം എന്നിട്ടിൽ വീണ്ടും പഠിക്കണം എന്ന് തോന്നി ജോലി ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത്. സ്വന്തമായി ജീവിക്കണം, കുട്ടികളെ വളർത്തണം, അത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. അതിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. കുടുംബത്തിൽ സ്ത്രീകൾ ജോലിക്ക് പോവുക അല്ലെങ്കിൽ പിന്നെ പഠിക്കാന്നെല്ലാം പറയുമ്പോൾ അന്ന് ഭയങ്കര ഒരു എതിർപ്പായിരുന്നു. എന്നിട്ട് ഞാൻ ഓൺലൈനായിട്ട്, അന്ന് ഓൺലൈനില്ല, ഇങ്ങനെ പോസ്റ്റായിട്ടൊക്കെയാണ് ഞാൻ അന്ന് പുസ്തകങ്ങളൊക്കെ വാങ്ങിയിട്ട് പഠിച്ചത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒരു ജോലി അന്വേഷിച്ച് പോയി. അങ്ങനെ എൻ്റെ ഉള്ള വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് എനിക്കൊരു നഴ്സിംഗ് ഹോമിൽ ജോലി കിട്ടുന്നു. അവിടെ വെച്ച് പിന്നെ ഒരാളെ എന്നെ കണ്ടിങ്ങനെ പറയും. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അത് കുറച്ച് പ്രായമുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് എന്നെ പിന്നെയും കല്യാണം കഴിപ്പിക്കുന്നത്, അനുഭവിച്ചതൊക്കെ കുറേ ഉണ്ടല്ലോ, അതൊന്നും പറ്റില്ല. പിന്നെ ഉമ്മാൻ്റെ കണ്ണീര് കണ്ടിട്ട്, ഉമ്മാൻ്റെ ജീവിതം അങ്ങനെയാണ്. ഉമ്മ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ ഉമ്മ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് കുടുംബത്തിൽ നിന്ന്. അതിനിടയിൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും ബാപ്പ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേ കഥകളാണ്. അതൊന്നും ഇപ്പം നമുക്ക് 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളല്ല. അപ്പം ഉമ്മ പറയും എന്തായാലും പിന്നെ, അപ്പം ഞാൻ വിചാരിച്ചു ഉമ്മാൻ്റെ കണ്ണീരും എൻ്റെ ജീവിതം എന്തായാലും ഉണ്ടാകുന്നുണ്ട്, കുട്ടികൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. പ്രായമുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയാണ് രണ്ടാമത്തെ വിവാഹം നടക്കുന്നത്. രണ്ടാമത്തെ വിവാഹം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ അവിടെ ഒരു മോനായി. കുറച്ച് പ്രായമുള്ള ആളാണ്. പിന്നെ മൂപ്പര് തളർന്ന് കിടപ്പിലായി കുറേ വർഷങ്ങൾ. അപ്പോൾ ഒരു ജയിൽ പോലെയായി എൻ്റെ ജീവിതം കുറേ കാലത്തേക്ക്. വെറും ജയിലാണ്, ആരും ഉണ്ടാവില്ല ഇവരെ ശുശ്രൂഷിക്കാൻ. പിന്നെ ഒരു പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ജയിൽ പോലെയാണ് എൻ്റെ ജീവിതം. അപ്പം പിന്നെ കുറേ കുട്ടികളെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആ പ്രായങ്ങളിലൊക്കെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ തരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്താണ് ഈ ഷാബാനു കേസ് വരുന്നത്. 1985-86 കാലത്താണ് ഇത് വരുന്നത്. അപ്പോൾ 85-86 ആ സമയത്തൊക്കെ എൻ്റെ നിലയിൽ ഇതുണ്ടല്ലോ ആദ്യമേ ഈ ഒരു സ്ത്രീകളോടുള്ള ഒരു. അപ്പം ഞാൻ അന്ന് ഈ ഇദ്ദേഹം ഇങ്ങനെ കെടുപ്പിലായതുകൊണ്ട് തന്നെ ഈ തടവറയിൽ നിന്ന് എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. കാരണം ഒരു സുഖമില്ലാത്തൊരു അവശനായി കിടക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റില്ലല്ലോ. കുറേ വർഷങ്ങൾ അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വലിയ കുട്ടികളെല്ലാം ഉണ്ട്, അതിലേക്കൊന്നും കിടക്കുന്നു. എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ്. പക്ഷേ ഒരു ബാധ്യതയായിപ്പോയില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പം അങ്ങനെ ആ സമയത്ത് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ കുറേ പേപ്പർ കട്ടിങ് അത് ഇതൊക്കെ എടുത്ത് വെച്ചിങ്ങനെ. അപ്പോൾ ഒരു ദിവസം ദേവിയെടുത്ത് വന്നിരുന്നു, മറ്റേ നമ്മളെ CPM-ൻ്റെ ദേവിയെടുത്ത് വന്നിട്ട് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത്. അന്ന് CPM അതിനൊക്കെ അനുകൂലമാണല്ലോ, ഏക സിവിൽ കോഡ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അങ്ങനെ ആ സമയത്തൊക്കെ വന്നതായിട്ടുള്ള ഒരറിവേ ഉള്ളൂ. പിന്നീട് അദ്ദേഹം മരിക്കുന്നു 86-ൻ്റെ അടുത്ത്. അപ്പോഴാണ് ഞാൻ മറയിലിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഹിതമുണ്ട് നമുക്ക്. പക്ഷേ ഞാനെല്ലാം കൊണ്ടും നിസ്സഹായമാണ്. എനിക്കത് ചെയ്യണ്ടെന്ന് തന്നെ പറയാൻ മനസ്സിലുണ്ടെങ്കിലും പക്ഷേ ചുറ്റുപാടുകൾ എന്നെ അത് ചെയ്യിപ്പിച്ചു. ഞാനൊരു റൂമിൽ ഇങ്ങനെ വെള്ള വസ്ത്രം ഇട്ട് ഇങ്ങനെ ധരിക്കുക, അത് ഇരിക്കലായിരുന്നു. ആ സമയത്ത് ദേവിയെടുത്ത് എന്നെ കാണാൻ വന്നിട്ട് ദേവിയെടുത്തിനെ അനുവദിച്ചില്ല. അപ്പം ദേവിയെടുത്ത് പറഞ്ഞ് ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മ ആരും അറിയാതെ ദേവിയെടുത്തിനെ എൻ്റെ അടുത്ത് പറഞ്ഞയച്ചു. അതൊരു വല്ലാത്തൊരു ജീവിതമാണ്. ഇപ്പോഴും എൻ്റെ എൻ്റെ മോൻ മരണപ്പെട്ടിട്ട് ആ ചെറുപ്പക്കാരി പെൺകുട്ടി ഇപ്പം മറികടക്കുക. ഇത് ഇത് ക്രൂരമാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഇല്ലാത്ത. അപ്പം ഇപ്പോഴാണെങ്കിൽ ഇപ്പം പ്രഗ്നൻ്റ് ഉണ്ടോയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് മതി ഇപ്പം, അല്ലേ? അത്തരം സംവിധാനങ്ങൾ, ആധുനിക സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. എന്നിട്ട് പോലും ഈ മതവിശ്വാസത്തിൻ്റെ പേരിലോ അന്ധവിശ്വാസത്തിൻ്റെ പേരിലോ ഒക്കെ നടത്തുന്ന
കാരണം ഞാനൊരു മുസ്ലിം സ്ത്രീ എന്ന നിലയിലാണ് എനിക്കിത് പ്രതികരിക്കാൻ പറ്റുന്നത്. മറ്റൊരാൾക്കിത് പ്രതികരിക്കാൻ പറ്റൂല. ഞാൻ പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്, പലയിടങ്ങളിലും ഞാൻ പറയുന്നുണ്ട്. പുരുഷന്മാർക്കാണെങ്കിൽ ആ സെക്കൻഡിൽ അല്ലെങ്കിൽ അതിന് മുമ്പേ രോഗിയായി കിടന്നാൽ തന്നെ പോയിട്ട് വേറെ കല്യാണം കഴിക്കാം. അതേ സ്ഥാനത്ത് സ്ത്രീ ആയാൽ ഭർത്താവിൻ്റെ പരലോകത്തിൻ്റെ നന്മക്ക് വേണ്ടി ഇവിടെ കെടുക്കണം. അത് എന്തൊരു അന്ധവിശ്വാസം എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ മരണപ്പെട്ട്, എൻ്റെ മൂത്തമ്മാൻ്റെ മോളെ ഭർത്താവ് മരണപ്പെട്ടു. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മയ്യത്ത് എടുക്കലോടുകൂടി ഇവരെ പർദ്ദ ധരിപ്പിച്ച് ആഭരണങ്ങളൊക്കെ മാറ്റി പൊതിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് മറയിലിരുത്തി. ഇത് ഒരനുഭവമല്ല, ഞാൻ കുടുംബത്തിലുള്ള അനുഭവം പറഞ്ഞു. നിരവധി സ്ത്രീകൾ ഇത് അനുഭവിക്കുന്നുണ്ട്. ഈ നാദാപുരത്തൊക്കെ ഈ കമ്മ്യൂണൽ റേറ്റുണ്ടായ സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോയാൽ അജിതേനെയും ഗംഗേനെയും കയറ്റൂല, എന്നെ മാത്രമേ കയറ്റുള്ളൂ. അവരെ ഈ മരണപ്പെട്ട ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞ ഭാര്യമാർ മറയിലിരിക്കുന്ന സമയത്തെ. അപ്പോൾ അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിലിങ്ങനെ ഭയങ്കര ഒരു രോഷം വരാറുണ്ട്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരണപ്പെട്ടാൽ കുട്ടികളുടെ ബാധ്യത, ചിലപ്പം കല്യാണം കഴിക്കാനായ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ കൊച്ചു മക്കളുണ്ടാവും. അവരെ ഇതിനിടയിലാണ് മാനസികമായി ഭയങ്കര പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയത്താണ് 4 മാസം 10 ദിവസവും മറയിലിരുത്തുന്നത്. ഒന്ന് ആലോചിച്ച് വെക്കണം. എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മറ്റേ സൈക്കാട്രിസ്റ്റിൻ്റെ മരുന്നൊക്കെ എനിക്ക് കഴിക്കേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ അതേപോലെ ആ സമയത്താണ് നമ്മൾ ആലോചിക്കേണ്ടത് അവരെ ഇങ്ങനെ. അപ്പോൾ ഒരു എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഒരു ബാലൊക്കെ പറയുന്ന മറ്റേ മതപ്രസംഗമൊക്കെ നടത്തുന്ന ഒരു പണ്ഡിതനായ ഒരാളുണ്ട്. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നത്. അദ്ദേഹം വന്നിട്ട് എന്നോട് പറയാ, എന്തിനാണ് സോറ ഇങ്ങനെ ഇരിക്കുന്നത്? ആരാ പറഞ്ഞത്? ഇസ്ലാമിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇസ്ലാമിൽ മാറാതെ തന്നെയാണ് എല്ലാ കാലത്തും. ജോലിക്കും എല്ലാം പോവാ, പുറത്തേക്ക് വന്നിട്ട് എന്നെ 2 മാസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം വന്നിട്ട് എന്നോട് പുറത്തേക്ക് വരാൻ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ഒരു ലഘുലേഖ എനിക്ക് അയച്ചു തന്നു ഇതിനെ പറ്റിയിട്ടുള്ള. ഇസ്ലാമിക പണ്ഡിതനാണ് അദ്ദേഹം, വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള ഒരാളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ ഇസ്ലാമിൽ ഉണ്ടായിട്ട് ഇവർ വേണ്ടാത്ത കാര്യം വന്നിട്ടാണ് ഈ മറയിലെടുക്കുന്നത്. ഇതൊരു സങ്കടകരമായ ഒരവസ്ഥ. അതാണ് ഹിദ്ദ എന്ന് പറയുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലൊക്കെ അന്നൊക്കെ നല്ല പ്രശ്നങ്ങളായിരുന്നു. ഈ രാഷ്ട്രീയ പാർട്ടികൾ അപ്പൻ്റെ ഈ നിലപാടിലോടൊന്നും യോജിക്കാത്ത അമ്മാവന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്ക് സ്കൂളൊന്നും പോയിരുന്നാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എന്തൊക്കെയോ ഇങ്ങനെ ഞാൻ വിചാരിക്കും അവിടെ ബാപ്പനൊക്കെ ഇല്ല, ചെറിയ പ്രായമല്ല അന്നൊക്കെ. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ മനസ്സിലായാലും ചില സമയത്തൊന്നും ഞാൻ പോവില്ല. പഠിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും ഞാൻ പോവില്ല. അങ്ങനെ 1-2 ദിവസം പോകാണ്ട് നിന്നപ്പം എന്തോ എന്നെപ്പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു ക്ലാസ്സിൽ. അതെന്നെ വന്നിട്ട് കുട്ടികൾ എന്നോട് വന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര പ്രശ്നമായി. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഒരു ദിവസം മാഷ് വരുന്ന സമയത്ത് റോട്ടിൽ വെച്ച് തടഞ്ഞു നിർത്തി. റോട്ടിൽ വന്ന് തടഞ്ഞു നിർത്തിയിട്ട് ഞാൻ സാറിനോട് ചോദിച്ചു, ഹെഡ് മാഷോട് ഞാൻ എന്തൊക്കെയോ ചോദിച്ചു സാറിനോട്, ഒരു മാഷക്ക് പറ്റിയ പരിപാടിയാണോ ഇത്? സ്കൂളിൽ വെച്ചിട്ട് മറ്റുള്ള കുട്ടികളെ പറ്റിയിട്ട് മോശമായ രീതിയിൽ സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു ഞാൻ. അതയാൾക്ക് ഭയങ്കര പ്രശ്നമായി അദ്ദേഹത്തിന്. അന്ന് മുഴുവൻ ക്ലാസ് എടുക്കാതെ എന്നെപ്പറ്റിയായിരുന്നു നാളെ പറയുക, ചീത്ത പറയൽ. അപ്പം മൂത്താപ്പയാണ് സ്കൂളിൻ്റെ മാനേജർ, ബാപ്പാൻ്റെ മൂത്തമ്മൻ്റെ ഭർത്താവ്. ആകെ പ്രശ്നമായി. പിന്നെ വീട്ടിലും പ്രശ്നം, നാട്ടിലും പ്രശ്നം, ആകെ പ്രശ്നങ്ങളായി. അപ്പം എന്നോട് പറഞ്ഞ്, ഇനി പോകണ്ട, വീട്ടിൽ എവിടെയും പോകണ്ട. അങ്ങനെ എല്ലാവരോടും ചോദിക്കുന്നതിന് എന്താ ആ ചോദ്യം ഇപ്പം ചോദിക്കുന്നു, മുഖ്യമന്ത്രിയോടും ചോദിക്കുന്നു, മറ്റവരോടും ചോദിക്കുന്നു. ചോദിക്കണ്ടേ, ചോദ്യങ്ങളില്ലേ നമുക്ക്. അപ്പം അങ്ങനെയാണ് ആ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ എനിക്ക് പഠിക്കണം തന്നെ എൻ്റെ മനസ്സിൽ. പലപ്പോഴും ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് അപ്പോഴാണ് ഇങ്ങനെ കാണുന്നത് വയോജനങ്ങൾക്കുള്ള എന്തോ ഒരു സംവിധാനം ഉണ്ടല്ലോ. അപ്പം ഞാൻ അതിനൊക്കെ എഴുതും. അത് വരുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും വീട്ടുകാർ. എന്നിട്ട് ഞാൻ അടുത്ത വീട്ടിലാണ് എനിക്ക് പുസ്തകങ്ങളൊക്കെ വരിക. അടുത്ത വീട്ടിലെ അവർ അഡ്രസ്സിലൊക്കെ ഞാൻ വരുത്തിക്കാം. കാരണം ഇവിടെ വന്നാൽ ഓൾക്ക് പുറത്ത് പോകാനാണ്, ഓൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്
മോശമായിട്ട് പറയൂ. അപ്പോൾ അങ്ങനെ കുറേയൊക്കെ പഠിച്ചെടുത്തു എന്നല്ലാതെ പിന്നെ എക്സാം എഴുതുന്ന സമയത്തൊക്കെ ഓരോ പ്രശ്നങ്ങൾ. അവസാനം നമുക്കൊരു പരിപാടി ഉണ്ടായിരുന്നു ബാംഗ്ലൂർ. അവിടുന്ന് ഞാൻ പറഞ്ഞു അന്ന് BA എഴുതുന്നുള്ള കുറേ പേപ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പഠിക്കാനുള്ളൊരു സാഹചര്യമില്ല. അപ്പം അവിടെ പോയപ്പോൾ ഞാനിങ്ങനെ അവിടുത്തെ ഫാദറിനോട് പറഞ്ഞു എനിക്കിങ്ങനെ കുറച്ച് പഠിക്കണം, എനിക്ക് എവിടെയെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി തരുമെന്ന്. അങ്ങനെ ഒരാളുടെ വീട്ടിലേക്ക് എനിക്ക് സൗകര്യം ചെയ്തു തന്നു. അവിടുന്ന് കുറേയൊക്കെ പഠിച്ചിരുന്നു ഞാൻ. അങ്ങനെയാണ് അവസാനം എവിടെയോ പോയി എഴുതി, പിന്നെ നോക്കിയിട്ട് പോലും ഇല്ല. പിന്നെ അതിന് അങ്ങനെ മാറി മാറി വരികയാണല്ലോ, ഓരോരോ അനുഭവങ്ങളും ഓരോ പ്രതിസന്ധികളും ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കല്ലേ. പിന്നെ പഠിക്കണം എന്നുള്ള ചിന്ത വല്ലാണ്ടുണ്ട്. ഇപ്പം എന്നോട് പിന്നെ ഇവർ പറയാ ബിന്ദുമണി സുഹൃത്ത് എന്തായാലും പിന്നെ എല്ലാം എഴുതണം. ഇപ്രാവശ്യം ഞാൻ അയച്ചത് ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അതിനൊന്നും താല്പര്യമില്ല, ഞാനിപ്പം എഴുതാനാണ് വിചാരിക്കുന്നത്. എന്തായാലും എഴുതണം 70 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവനെ അതൊന്നും എനിക്ക് പറ്റൂല, ഞാനിപ്പോൾ കുറച്ചും കൂടി എഴുതണം എന്ന് വിചാരിക്കുന്നത്. അല്ലാണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം പോക്കും വരവെല്ലാം കുറച്ചൊന്നും നിർത്തണം. അതിനെ കാണുന്നത് ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ അന്ന് ക്ലിൻറ്റിനെ പ്രസവിച്ച് കിടക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ എനിക്ക് മായയെക്കുറിച്ചും പിന്നെ അജിതയെക്കുറിച്ചൊക്കെ മുമ്പ് അറിയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ പത്രങ്ങളിൽ കണ്ടിട്ട്. അപ്പം ബാപ്പയാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇവരെ പറ്റിയൊക്കെ. അന്നത്തെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടൊക്കെ അന്ന് ബാപ്പ അങ്ങനെയുള്ള ഒരു പരിചയങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ജയിലിലും ഇതൊക്കെ ഇങ്ങനെ അറിയും. അല്ല ചെറുപ്പം മുതൽ പത്രമൊക്കെ വായിക്കുന്നുണ്ട്. ബാപ്പാൻ്റെ പിന്നെ ലീഗിൻ്റെതും ഉണ്ടാവും, പിന്നെ മൂത്താപ്പാക്ക് മനോരമ വേണം, അങ്ങനെ ഇതൊക്കെ വായിച്ചു കൊടുക്കുന്നതുകൊണ്ടുള്ള കുറേ അറിവുകളുണ്ട്. അല്ല ആരോ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മോൻ്റെ സുഹൃത്താന്ന് തോന്നുന്നു, ഒരു സഹകരണ ഇത് തുടങ്ങുന്നുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങണം. ഞാൻ ആ സമയത്തൊക്കെ തന്നെ വ്യവസായമൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ആദ്യ കാലഘട്ടത്തിൽ വനിതാ വ്യവസായമൊക്കെ തുടങ്ങിയത് ഞങ്ങൾക്കായിരുന്നു, റെഡിമെയ്ഡ്സിൻ്റെ. അങ്ങനെയാണ് പിന്നെ ഈ സ്റ്റാബാനോ കേസുമായി ബന്ധപ്പെട്ട് പിന്നെ അങ്ങനെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സഹകരണം ഇത് തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോയിട്ട് ഇങ്ങനെ അജിതയെ കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സഹകരണത്തിന് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ അടുത്ത് ബൈലോ ഉണ്ട്, ഒരു മഹിളാ സമാജം പോലെയെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അന്നാണ് തൊണ്ടയാട് വിജയൊക്കെ ആയിട്ടുള്ളൊരു മഹിളാ സമാജമൊക്കെ രൂപീകരിച്ചത് അന്ന്. പിന്നീട് അപ്പോഴേക്കിന്നെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഫ്രീ ആയില്ലേ. അപ്പോൾ പിന്നെ ഞാനും ചെറിയ മോനും മാത്രമേ കൂടുള്ളൂ, മറ്റേ കുട്ടികൾ രണ്ടാളും ഉമ്മാൻ്റെ അടുത്താണ്. അപ്പം എനിക്ക് ഭയങ്കര പ്രശ്നമായി. അപ്പോൾ ഇവൻ ആ സ്കൂൾ ചേർത്ത് ഇവിടെ പിന്നെ ഒരു ഹോസ്റ്റലിൽ കൊണ്ട് ചേർത്ത്. അല്ലെങ്കിൽ ആ ചുറ്റുപാട് വലിയങ്ങാടിയാണ്, കുട്ടികൾ വേഗം മലത്തിലേക്കൊന്നും പോകാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ മോനെ അവിടെ കൊണ്ട് നിർത്തി ഹോസ്റ്റലിൽ. പിന്നെ എനിക്ക് ഭയങ്കര ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. അപ്പം ഞാൻ എന്തിലെങ്കിലും ഒന്ന് പോകണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെയാണ് ഞാൻ പിന്നെ അപ്പോഴാണ് ഗംഗയും അജിതയും ചേർന്നിട്ട് ഇവിടെ ഒരു ഫെമിനിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതായിട്ട് അറിഞ്ഞത്. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും ആദ്യം അറിയില്ലല്ലോ. അപ്പം ഞാൻ ദേവിയടുത്തേക്കൊരു കത്തയച്ചു. ദേവിയടുത്ത് ഇങ്ങനെ ഒരു ഇതുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത് ഒന്നും മറുപടി വന്നു. ദേവിയടുത്ത് അത് റെസ്പോണ്ട് ചെയ്തേയില്ല. അങ്ങനെ ഞാൻ ബോധന എന്ന് പറഞ്ഞ ശ്രീമോചന സംഘം, ഞങ്ങൾ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ഞാനും ഗംഗയില്ല ഇന്നലെ വന്ന്, അജിതയും ഗംഗയും. അപ്പം അയ്യത്താൻ സ്കൂളിൽ അവിടെ ഇരിക്കുന്നുണ്ടാവും ഇവർ 2 പേരും, ഞാനും പോകും. അങ്ങനെ നമ്മളവിടെ ഒരു പിന്നെ ആദ്യമായിട്ട് എടുക്കുന്ന കേസ് അതായിരുന്നു. ഞങ്ങൾ വെള്ളിയങ്ങാടിയിൽ എൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലമെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ വാടക കൊടുത്തിട്ട് അതൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഈ മുളക് പൊടിയെല്ലാം പാക്കറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ പിന്നെ ഒരു സ്ത്രീയെ എല്ലാ വിധത്തിലും ചൂഷണം ചെയ്തിട്ട് ഒരു ദിവസം വേറൊരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ പുറത്താക്കാം. അപ്പോൾ ഞാൻ അജിതയോട് പറഞ്ഞു, അജിത ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടല്ലോ, നമുക്കിത് ഏറ്റെടുത്തുവിടുന്ന് വെച്ച്. അങ്ങനെ അജിതയും ഗംഗയും വന്ന് അന്ന് നമ്മൾ വലിയങ്ങാടീൻ്റെ അവിടെ പോയിരുന്ന് മുദ്രാവാക്യം വിളിക്കലും സാർ ടീച്ചറിൻ്റെ പാട്ട് പാടലും ഒക്കെ ആയിട്ട് അങ്ങനെ അവിടെ പൊതുയോഗം നടത്തലും ഒക്കെ ആയി. അങ്ങനെ ആ കേസ് നമ്മൾ ആദ്യമായിട്ട് എടുത്ത് അങ്ങനെ കുറേ ഇതായി. പിന്നെ വരുന്നത് പിന്നെ കുഞ്ഞിബി കേസാണ്. എന്നെ ആരോ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ എനിക്ക് നല്ല കൃത്യമായ ഓർമ്മയുണ്ട്, ഇങ്ങനെ മാറാട് ഒരു സ്ത്രീ പിന്നെ മരണപ്പെട്ടിട്ട്
പിന്നെ അവരെ ഖബറിലേക്ക് ഇങ്ങനെ അവരൊരു പിന്നെ ലൈംഗിക തൊഴിലാളിയാണ്. അവർ മരണപ്പെട്ടിട്ട് അവരെ ഖബറടക്കാൻ പറ്റും. അപ്പം നമ്മളിങ്ങനെ വന്നപ്പോഴേക്ക് മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും ആയി. ഒന്നാമത് അജിത വന്നല്ലോ, പിന്നെ ഒരു പുതിയ പ്രസ്ഥാനമായിട്ട് അജിത എന്നുള്ള ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ അന്നത്തെ കാലത്ത് നക്സലേറ്റ് എന്നുള്ള. അപ്പോൾ അജിതയും നമ്മളൊക്കെ എന്നെ നക്സലേറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും. അപ്പോൾ അതെൻ്റെ മക്കളെ വിവാഹത്തിനൊക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അജിതയും നമ്മളെല്ലാം കൂടി ഒരു വേറൊരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം നല്ല പബ്ലിസിറ്റി ആയി. ആ സമയത്താണ് ഈ കുഞ്ഞിബീൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അജിതനെ വെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, നമുക്കത് ചെയ്യണ്ടേ. എന്നുവെച്ചാൽ ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് എന്നെ ആരോ വിളിച്ച് പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതൊന്നും ഓർമ്മയില്ല, ആരാ വിളിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയാണ് നമ്മൾ ആ കുഞ്ഞിബീൻ്റെ കേസ് എടുക്കുന്നത്. അത് പിന്നെ ഭയങ്കര പ്രശ്നങ്ങളായി. പോലീസ് സ്റ്റേഷനിൽ നിന്നാണല്ലോ മരണപ്പെടുന്നത്. മുതലക്കുളം മൈതാനത്ത് ഒരു പൊതുയോഗം വെച്ചപ്പോഴേക്ക് ഫുള്ള് റോഡ് മുഴുവനും ആൾക്കാരായിരുന്നു അന്ന്. അജിതാണല്ലോ അതിൽ, അജിത ഉണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ വേറൊരു പ്രസ്ഥാനമാണ്, ഒരു പുതിയൊരു പ്രസ്ഥാനം കൂടിയല്ലേ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ വെച്ച് തുടങ്ങി ഓരോ കാര്യങ്ങൾ. പിന്നെ നമ്മൾ അധികം പോയത് എന്താണെന്ന് വെച്ചാൽ, അപ്പോഴേക്ക് ഇതെല്ലാം അറിഞ്ഞ ഡൽഹിയിൽ നിന്നും മറ്റേ ഇപ്പോൾ ഈ വിഭൂതി പട്ടേലൊക്കെ വന്നിരുന്നു. പിന്നെ അപ്പം നമ്മൾ ബോംബെയിലും അവിടെയൊക്കെ പോയി. ഒരുവിധ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പല മീറ്റിങ്ങുകളും വിളിച്ച്. സെലീനെ കണ്ടില്ലേ, സെലീൻ ബാംഗ്ലൂരിലുള്ള, അവരൊക്കെ വന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ആളുകൾ വരലും. പിന്നെ ഈ പ്രസ്ഥാനം ഭയങ്കരമായിട്ട് എല്ലാവരും സ്ത്രീ വിമോചന പ്രസ്ഥാനം ബോധന എന്ന് പേരുമിട്ട് അങ്ങനെ നമ്മളെല്ലാവരും വലിയ പല പല കേസുകളും എടുക്കലും അങ്ങനെ ഓരോ സ്ഥലത്തും. ആദ്യമായിട്ട് പോയത് പിന്നെ മഞ്ചേരിയിലായിരുന്നു. മഞ്ചേരിയിൽ ഒരു ഊമ പെണ്ണിനെ ഒരു പോലീസുകാരൻ റേപ്പ് ചെയ്ത ഒരു കേസുണ്ടായിരുന്നു. ആദ്യം പോകുന്നത് അന്ന് സെബാസ്റ്റ്യൻ എല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ പൗരൻ്റെ വീട്ടിൽ വെച്ചാണ് നമ്മൾ പോകുന്നത്. പിന്നീട് നമ്മൾ വലിയൊരു സമ്മേളനം നടക്കുന്നുണ്ട് 1900 അപ്പോഴാണ് 90 ഒരു സമ്മേളനം. ഓക്കെ, അങ്ങനെ അത് ഭയങ്കര ഒരു വലിയൊരു സംഭവമായി മാറി. പക്ഷേ അതുമാത്രം മതി ഫെമിനിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിൽ കുറേ ഇടപെടലുകളും കുറേ പ്രശ്നങ്ങളും കുറേ അപവാദങ്ങളും ഒക്കെ വന്ന് അന്ന് ആ ലാസ്റ്റ് ആ മറ്റേ ഇതുണ്ടല്ലോ ബാനർ, ഞാൻ അതിൻ്റെ മേലെ കയറി താത്തിയിടുന്നത് വരെ ഞാൻ അതിലുണ്ട്. പിന്നെ നടന്ന സംഭവങ്ങളൊന്നും പറയാൻ പറ്റാത്ത സംഭവം. എൻ്റെ ജീവിതം ഞാൻ അന്നൊക്കെ എങ്ങനെയായിരുന്നു ജീവിച്ച അതിനേക്കാളും ക്രൂരമായിപ്പോയി പിന്നീട് എൻ്റെ ജീവിതം. കുട്ടികളും കുടുംബവും എല്ലാം തന്നെ എന്നെ ഇതാക്കി. അങ്ങനെ ഒരു ഗത്യന്തരം ഇല്ലാതെയാണ് ഞാൻ ഇവിടുന്ന് മോനെയും കുട്ടി നാട് വിടുന്നത്. അത്രയും ക്രൂരമായിപ്പോയിരുന്നു ആ സമയത്ത്. പക്ഷേ ഇതൊരു പൊതുസമൂഹത്തിന് വേണ്ടി, എന്നാൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാ പ്രവർത്തനവും ഓഫീസൊക്കെ വലിയങ്ങാടിയിൽ എൻ്റെ വീട്ടിലാണ്. മനസ്സിലായോ? ഓരോരുത്തർ വരും, കുട്ടികളെ കൊണ്ട് വരുന്നവരുണ്ട്, നിസ്സഹായരായി വരുന്നുണ്ട്, ചിലപ്പോൾ വക്കീലന്മാരെ ആളുകൾ അയക്കും. അപ്പോഴൊക്കെ എൻ്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന മക്കളും അവരൊക്കെ പ്രശ്നങ്ങളാകുന്നു. അതിനും പുറമെ അങ്ങനെയൊക്കെ സഹിച്ചിട്ടും ഇതൊക്കെ ചെയ്ത് പിന്നീട് എന്തൊക്കെയാണ് അതൊന്നും പിന്നെ പുറത്ത് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്.